ഈ അടുത്ത് വൈറലായ ഡോറ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക്. അത് കേക്ക് എന്നൊക്കെ പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കേക്ക് ഉണ്ടാക്കുന്ന എഫേർട്ടൊന്നും ഇതിനെടുക്കുക വേണ്ട. പക്ഷേ എന്നാൽ നല്ല യമ്മി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ്. ഹെൽത്തിയാണ്. ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട് പൊടിച്ചുപയോഗിച്ചെന്ന് മാത്രം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു നുള്ളുപ്പ്, മധുരമുള്ള പലഹാരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ്. ഇത്രയേ ഉള്ളൂ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിനൊരു എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഹണി. പിന്നെ 1 കപ്പ് പാൽ. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് പാലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പാൽ ഞാൻ കുറേശ്ശായിട്ട് 2-3 തവണയായിട്ട് ആഡ് ചെയ്തിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാവും. ഇപ്പോൾ ഇതാ പാൽ മുഴുവനും മിക്സ് ചെയ്ത്, വിസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. സ്പൂണിനേക്കാൾ നല്ലതൊന്നും കൂടെ ഫോർക്കായിരിക്കും. അപ്പോൾ കട്ടയില്ലാതെ കിട്ടും നമുക്ക്. അപ്പോൾ ബാറ്റർ റെഡിയായി. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട്, നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. അതല്ല വല്ല വേറെ ഏതെങ്കിലും ടൈപ്പ് പാനാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് എണ്ണ തൂവി കൊടുക്കുക. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് തവി കൊണ്ട്, നല്ല ചൂടായ പാനാണ്, തവി കൊണ്ട് ഒഴിച്ചിട്ട് പരത്തരുത്. ഇങ്ങനെ ഒഴിച്ച് നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ ഒഴിച്ച് അടച്ചു വയ്ക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ അത്യാവശ്യം ചൂട് പിടിച്ച തവയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു 30 സെക്കൻഡൊക്കെ മതി കേട്ടോ. ഒരു 20 തൊട്ടിട്ട് 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ബബിൾസ് വന്ന് അടിഭാഗം ബ്രൗൺ ആയിട്ടുണ്ടാകും. പിന്നെ ഇത് നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഗോതമ്പ് പൊടി ഇങ്ങനെ വെള്ളത്തിൽ വേവുമ്പോൾ നല്ല സോഫ്റ്റാണ് പാലിൽ. അപ്പോൾ മറിച്ചിടുമ്പോൾ സൂക്ഷിക്കണം, പെട്ടെന്ന് പൊട്ടി പോവാതെ നന്നായിട്ട് തവി ഉള്ളിലേക്ക് നല്ലതുപോലെ എടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു കളറിലാവും. എന്നിട്ട് തിരിച്ചിട്ടതിന് ശേഷം ഒരു 10-20 സെക്കൻഡൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും 2 സൈഡും റെഡിയായി. ഇപ്പോൾ കേക്ക് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം കൂടെ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ തവയിൽ മുന്നേ ഉണ്ടാക്കിയതിൻ്റെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ടിഷ്യൂ വെച്ചൊന്ന് തുടച്ച് കൊടുക്കുകയാണ്. എണ്ണ ഉപയോഗിച്ചിട്ടുള്ള തവയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എണ്ണ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് എണ്ണ തടവി കൊടുക്കുന്നത് നല്ലതാണ്, പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടുത്ത തവി ഞാൻ ഒഴിച്ചു. അതേ അളവിൽ തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ കേക്കും നമുക്ക് ഒരേ വലുപ്പത്തിൽ ഒരേ തിക്നെസ്സിൽ കിട്ടും. എന്നിട്ട് ഇപ്പോൾ ഈ റെഡിയായ കേക്കിലുണ്ടല്ലോ, ഞാൻ ന്യൂട്ടെല്ല ഫില്ലിങ് ചെയ്യാൻ പോകുന്നത്. ചോക്ലേറ്റ് ഫില്ലിങ് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ടേസ്റ്റാണ്. അത്രയും സോഫ്റ്റ് കേക്കിൽ ഈ ചോക്ലേറ്റ് കൂടെ വരുമ്പോൾ കുട്ടികൾക്ക് പറയണ്ട, അത്രയും ഡെലീഷ്യസ് ആയിരിക്കും. അപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, എല്ലായിടത്തും ഈവനായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടുത്ത കേക്ക് അതിൻ്റെ മേലെ വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. എന്ത് സോഫ്റ്റാന്ന് നോക്കൂ. വളരെ ഫ്ലഫി എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഗുളുഗുളാന്നിങ്ങനെ കളിക്കും. അങ്ങനെ ഒരു അത്രയും സോഫ്റ്റാണ്. കഴിക്കാനും വായലിടുമ്പോൾ നമുക്ക് അലിഞ്ഞു പോകണം, അത്രയും ടേസ്റ്റുമാണ്, യമ്മിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിൽ കുട്ടികൾക്ക് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ള കാര്യം ഷുവറാണ് എല്ലാ വീട്ടിലും. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഒരിക്കലും മിസ്സാവരുത്. വളരെ ഈസിയാണ്, ഒട്ടും ബുദ്ധിമുട്ടില്ല ഉണ്ടാക്കാൻ. 10 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.